പൂരാടൻ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നേരത്തെ തന്നെ എണീറ്റത് വേറെ ഒന്നും കൊണ്ടല്ല, അമ്മ ചാച്ചൻ്റെ ശ്രാദ്ധമാണ്. അപ്പോൾ എട്ടാം വർഷമാണ് കേട്ടോ ചാച്ചൻ മരിച്ചിട്ട് 8 വർഷമായി. അപ്പോൾ അതിന് അമ്മ ബലിയിടാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ട് അമ്മ റെഡി ആയിട്ട് പോവുകയാണേ. അപ്പോൾ പിന്നെ എനിക്കാണല്ലോ ബാക്കിയുള്ള ഡ്യൂട്ടി. അപ്പോൾ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ചട്നി അരയ്ക്കാൻ വിചാരിച്ചു. ചമ്മന്തിയാണ് ഇവർക്കൊക്കെ ഇഷ്ടം, പക്ഷേ ചമ്മന്തിക്ക് ഉള്ളി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചട്നി അരയ്ക്കാം, അതുപോലെ തന്നെ ചായ ഉണ്ടാക്കി വയ്ക്കാം. ദോശ പിന്നെ മെല്ലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം ചൂടോടെ ഉണ്ടാക്കുകയാണല്ലോ നല്ലത്. പിന്നെ ഇവിടെ വേദൂനാണെങ്കിലും ബേബിക്കൊക്കെ ആണെങ്കിലും ചട്നിയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ. ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ഇഷ്ടം. ഇഡ്ഡലി പൊതുവേ ഇഷ്ടമില്ലാത്തവരാണ്, ദോശയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഉള്ളി ഇല്ലല്ലോ, അപ്പോൾ ചട്നി തന്നെ മതി എന്ന് വിചാരിച്ച് നാളികേരവും ഒരു സവാള ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിട്ടോ. ഞാൻ സവാളയൊക്കെ ഇടും, ഇഞ്ചി അങ്ങനെയൊക്കെ ഇട്ടിട്ട് അരയ്ക്കാന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പച്ചമുളക് അതൊന്നും ഉണ്ടായിരുന്നില്ല. പച്ചമുളക് ഇഞ്ചി ഉണ്ടായിരുന്നു, അതിട്ടു. ഒരു ചെറിയ ഉള്ളിടി ഉണ്ടായിരുന്നു. പിന്നെ അതാ വെളിച്ചെണ്ണയിലാണ് വറുത്തിട്ടത്. കടുകും അതുപോലെ തന്നെ കരിവേപ്പിൻ്റെ ഇലയും വറുത്തിട്ട് നമ്മുടെ ചട്നി റെഡി. എളുപ്പമാണ് ചട്നി ഉണ്ടാക്കാൻ, ആർക്കും അറിയാത്തതായിട്ടില്ലല്ലോ ചട്നി ഉണ്ടാക്കാനല്ലേ. അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. ചട്നി ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചു. വേദം എണീറ്റ് കഴിഞ്ഞാൽ ചായ എന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആ ടെൻഷൻ ഇല്ലല്ലോ. പിന്നെ മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു, ഒന്ന് ഇളക്കിയിട്ട് വെച്ചു. അല്ലെങ്കിൽ പിന്നെ ആ നേരത്തേക്ക് ഇനി ഇതാവേണ്ട വിചാരിച്ചു. ചിലപ്പോൾ അമ്മ ഇഡ്ഡലിയും വെക്കാറുണ്ട് ദോശ ഉണ്ടാക്കണതിൻ്റെ മുന്നേ. പിന്നെ അതെൻ്റെ മൈലാഞ്ചി കണ്ടോ, തലേ ദിവസം ഇട്ടതാണ്. പിറ്റേ ദിവസത്തേക്ക് നന്നായി ചോത്തു കേട്ടോ. പിന്നെ ഞാൻ കുളിച്ച് വന്ന് വിളക്ക് വെച്ചു. എന്നും അമ്മ ഇപ്പോൾ രാവിലെ വിളക്ക് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ അത് തെറ്റിക്കേണ്ട വിചാരിച്ച് ഞാൻ വിളക്ക് വെച്ച്. പൂരാടം തൊട്ടിട്ട് നമ്മുടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ പാലക്കാട് ജില്ലയിലൊക്കെ നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ പൂവിടാൻ കുറച്ച് ലേറ്റായി. അന്നാണെങ്കിൽ നമുക്ക് വാങ്ങിയ പൂവൊന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾ പൂവിട്ടുണ്ടാവില്ല, അവിടെ അമ്മയും പൂവിട്ടുണ്ടാവുക. തിരുവോണത്തിൻ്റെ അന്നാണ് ഇനി ഞങ്ങൾ അവിടേക്ക് വരുന്നത്. തിരുവോണത്തിൻ്റെ തലേ ദിവസം വരും. അപ്പോൾ വേദുവിൻ്റെ തല മുട്ടിയിട്ടോ, അതാണ് കരയണത്. അപ്പോൾ ഞാനും വേദു അവിടെ ഇരിക്കുകയാണ്. വേദു ചായ കുടിക്കുകയാണ്. മഴയാണല്ലോ, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പൂവിടാൻ വിചാരിച്ചു. ഞാൻ ചിയാ സീഡിൻ്റെ വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ചായ കാപ്പിക്ക് പകരം ചിയാ സീഡിൻ്റെ വെള്ളമാണ് കുടിക്കാറ്. ഇപ്പോൾ 2 ദിവസമായിട്ട് അത് തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ, മേഴത്തൂർക്ക് വന്ന കാരണം. അപ്പോൾ അതാ മൈലാഞ്ചിയൊക്കെ നല്ല ചൊക്കാനായിട്ടേ. എനിക്ക് എന്താ അറിയില്ല, മൈലാഞ്ചി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ ആ ചോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ കുറേ നേരം മഴ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ഞങ്ങൾ എവിടെയെങ്കിലും പോവാനുള്ള ദിവസമായിരിക്കും നല്ല മഴ. അന്ന് ഞങ്ങൾ മേഴത്തൂർക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും നമ്മൾ പോകുന്നുണ്ട് പുറത്തേക്ക് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മഴ എവിടെ നിന്നൊക്കെയാണ് വരിക എന്നറിയില്ല. അപ്പോൾ മഴ കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഞാൻ പൂവ് പൊട്ടിക്കാൻ ഇറങ്ങി. നമ്മുടെ മാങ്ങാനാറിപ്പൂവുണ്ടല്ലോ, അത് അത്യാവശ്യം നന്നായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തലേ ദിവസം മാങ്ങാനാറിപ്പൂവ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും. അതിൻ്റെ പിറ്റേ ദിവസത്തേക്കാണ് അതൊക്കെ വിരിഞ്ഞത്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ഭംഗിയിലൊന്നും പൂവിടാൻ പറ്റില്ല, മഴ കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ചാണകം തേച്ചോടെയൊക്കെ ആകെ വെള്ളം ഇങ്ങനെ ഒലിച്ച് പൂവെല്ലാം ഇങ്ങനെ കെട്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട്. ഈ പൂരാടം ഉത്രാടം തിരുവോണം മഴ കൊണ്ടുപോയി. ശരിക്കും ആ സമയത്ത് മഴ ഇല്ലെങ്കിൽ നന്നായിരുന്നു കേട്ടോ. ഇത് മഴ കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കുറേ ഫോട്ടോസ് എടുക്കണം, കുറേ പ്ലാനുകളുണ്ടായിരുന്നു. ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ്. ഇന്നും നല്ല മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ പേമാരി പോലെയാണ്. എന്താ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും പൂവാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി ഇങ്ങനെ വാടി കിടക്കുന്നുണ്ട് കേട്ടോ. അതിന്ന് 2-3 എണ്ണം പൊട്ടിച്ചു. ഇനി അതിനൊരു സങ്കടം വേണ്ട വിചാരിച്ചിട്ട്. അത്ര ചെണ്ടുമല്ലി ഉണ്ടായിരുന്നുള്ളൂ, അതും ചെറുതുമാണ്. അങ്ങനെ അങ്ങോട്ട് വലിപ്പമൊന്നും വെക്കണില്ല, ആകെ കൂടി നാശമായി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആകെ ചെണ്ടുമല്ലി, അതുപോലെ തന്നെ മാങ്ങാനാറി, പിന്നെ തെച്ചി ഉണ്ടല്ലോ, തെച്ചി കുറച്ചുണ്ടായിരുന്നു വീട്ടിൽ, അത് പിന്നെ മുക്കുറ്റി, പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഇതില്ലേ നിത്യകല്യാണോ അങ്ങനെ എന്തോ കിട്ടുക, അത് പൊട്ടിച്ചില്ലേ ഉണ്ട് കേട്ടോ. അത്രയാണ് ഞാൻ ഇന്ന് കിട്ടിയല്ലോ. അമ്മ അപ്പോഴേക്കും ഒരു 7:30-7:45 അമ്മ എത്തി കേട്ടോ. അപ്പോൾ അമ്മമ്മ എവിടേക്കാണ് പോയെന്നാണ് ചോദിക്കുന്നുണ്ട്. വേദ എണീറ്റപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മമ്മ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മമ്മ അമ്പലത്തേക്ക് പോയിക്കാണ് പറഞ്ഞു കേട്ടോ. അമ്മ പിന്നെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ എന്തായാലും പൂവിടാൻ വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമ്മുടെ മുക്കുറ്റി വെച്ചു കേട്ടോ, ഐശ്വര്യമായിട്ട്. വേറെ പൂവൊന്നും വെക്കാനില്ല. മറ്റേത് ചെമ്പരത്തി മുട്ടൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു വീട്ടിലും ചെമ്പരത്തി മുട്ടില്ല, അതൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായി. ഞങ്ങളുടെ വീട്ടിലും ചെമ്പരത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചോപ്പല്ല മറ്റേ ചെമ്പരത്തി, പക്ഷേ അതും വെട്ടിക്കളഞ്ഞു. ഇങ്ങനെയാണ് എൻ്റെ അന്നത്തെ പൂക്കൾ കേട്ടോ. സത്യം പറഞ്ഞാൽ വലിയ ഭംഗിയൊന്നുമില്ല, സിമ്പിളായിട്ടൊന്നും ഉണ്ടാക്കി, ഇട്ടു കേട്ടോ, അത്ര മാത്രം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു കേട്ടോ. ദോശയും അതുപോലെ തന്നെ ചട്നി ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അത് കഴിച്ചില്ല. ഇപ്പോൾ ഈടെയായിട്ട് ഫുഡിനോടൊക്കെ കുറച്ച് ഇത് തോന്നുന്നുണ്ട് കേട്ടോ, ചിലപ്പോൾ ഫുള്ളും കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ കാക്ക എന്നും അതിഥികളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്.
അപ്പോൾ അമ്മ കാക്കയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഞാനും പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങോട്ട്? മേഴത്തൂർക്ക്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഞാനും ബേബിയും വേദവും കൂടിയിട്ട് ബസ്സിൽ പോകാമെന്നാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഏട്ടൻ കൂട്ടുപാത വരെ ആക്കി തരാം, അവിടെ നിങ്ങൾ ബസ്സിന് പോയിക്കോന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ എത്തിക്കിട്ടി. നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇവരെയും കൊണ്ട് ബസ്സിൽ പോവാൻ. നല്ല തിരക്കുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഞാൻ കൂടുതലും എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞത് 2015 കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി പെട്ടെന്ന് തന്നെ. അപ്പോൾ പിറ്റത്തെ മാസം പ്രഗ്നൻ്റ്, കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ മാസം പ്രഗ്നൻ്റ് ആയി. പിന്നെ ഡെലിവറി വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു. എനിക്ക് അവിടെ നിന്നായിരുന്നു എളുപ്പം, കോളേജിൽ പോകാനും ഒക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ അത് കഴിഞ്ഞ് ബേബി ആയ ശേഷമാണ് ഞാൻ കൂടുതൽ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ അങ്ങോട്ടൊക്കെ പോകും, അതൊക്കെ ആവും കേട്ടോ. പിന്നെ അമ്മ ജോലിക്ക് പോകും അവിടുന്ന്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എന്നോട് എൻ്റെ വീട്ടിൽ നിന്നാൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. അതാണ് കാരണം, അല്ലാണ്ട് വേറൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞങ്ങൾ കൂട്ടുപാത എത്തി. എല്ലാവിടെയും തിരക്കാണ് കേട്ടോ. പിന്നെ കൂട്ടുപാതയിൽ നിന്ന് ബസ് കിട്ടി, കൂറ്റനാട് എത്തി. കൂറ്റനാടൊക്കെ പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് എല്ലായിടത്തും. അപ്പോൾ മേഴത്തൂർക്കുള്ള ബസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യം, ബസ്സിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. വേദുവിനും എനിക്കും ബേബിക്കും എല്ലാവർക്കും സീറ്റ് കിട്ടി. ഞങ്ങൾ കുറേ ആയാലും അങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും അവരുടെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മേഴത്തൂർ എത്തിയപ്പോൾ അമ്മ ആ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ തൃത്താലയ്ക്ക് പോകുകയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കോ അവിടെ. അപ്പോൾ ഞങ്ങളുടെ കൂടെ സിദ്ധുവിനെ ഇറക്കി കേട്ടോ. അപ്പുവിൻ്റെ അനിയൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവനെ ഇറക്കിയിട്ട് ഞങ്ങളിതാ അയ്യപ്പൻകാവാണ് അപ്പുവിൻ്റെ വീട്. മേഴത്തൂർ അയ്യപ്പൻകാവ് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിൽ കൂടെയാണ് കേട്ടോ പോവുക. അപ്പോൾ എനിക്ക് നൊസ്റ്റാൾജി ഒരുപാടുള്ള സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. കല്യാണത്തിന് മുന്നേ ഞാൻ ഈ വഴി വരുമ്പോൾ വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ തൃത്താല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഭാവി വരൻ്റെ വീട് ഇതാണ് എന്ന്, ഈ ഭാഗത്തു കൂടിയാണ് പോകേണ്ടതെന്ന്. അന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഓരോ വീടുകളിലും. ഞാൻ ഇവിടുന്ന് പോരുമ്പോൾ ഇങ്ങനെ നല്ലായിരുന്നു. ഇപ്പം അമ്മ നാട്ടിലില്ല, അമ്മ ബാംഗ്ലൂരാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കാത്തത്. അമ്മ വരുന്ന സമയത്ത് മാത്രമേ ഞങ്ങളിപ്പോൾ മേഴത്തൂർക്ക് വരാറുള്ളൂ, അതാണ് സത്യം. പിന്നെ ബാംഗ്ലൂർക്ക് ഞങ്ങൾ പോയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ വലതുകാല് വെച്ച് പോയ വീട് ഇതാണ് ഗൈസ്, മേഴത്തൂർ അയ്യപ്പൻകാവിൻ്റെ അടുത്തുള്ള വീട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി, കുടയൊക്കെ അവിടെ വെച്ചു, നിവർത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവിടെയും ഒന്ന് പരത്തി കേട്ടോ. നമുക്ക് ഓർമ്മകളുള്ള സ്ഥലമാണല്ലോ. എൻ്റെ റൂമാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ റൂമാണ് ഏറ്റവും വലിയൊരു റൂം. പിന്നെ അത് കഴിഞ്ഞ് അടുക്കളൊക്കെ ഒന്ന് പരത്തിയിട്ട് എന്തെങ്കിലും തിന്നാൻ വേണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒരു കൊല പഴം ഇരിക്കട്ടോ. ഇന്ന് ഒരു പഴം എടുത്ത് തിന്നു കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്രാവ് കൂട്ടാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അവർ ഇത്തിരി നേരം വൈകും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി. പിന്നെ വേദു കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കളിപ്പാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊകൊണ്ട് ഇട്ടിട്ട് കളിക്കാനൊക്കെ തുടങ്ങി അവർ. ഞങ്ങളിതാ എത്തിയപ്പോൾ തൊട്ടിട്ട് പെയ്യുന്ന മഴയാണ് കേട്ടോ, നല്ല മഴയായിരുന്നേ. അപ്പോൾ ഇവിടെ എന്നും പൂക്കളിടുക അച്ഛനാണെന്നാണ് പറഞ്ഞിട്ടോ. അപ്പോൾ അച്ഛട്ട പൂക്കളാണ് ആ കാണുന്നത്. ഇവിടെ തുമ്പി ടോമി അങ്ങനെ 2 നായ്ക്കളുണ്ട് കേട്ടോ. ഇത് എൻ്റെ കല്യാണ സമയത്ത് വന്ന നായാണ് ആ തുമ്പി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വർഷമാണ് അതിൻ്റെ വയസ്സ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ടി വി ഇരുന്ന് കണ്ടു. വേദുവിനെ വെച്ച് കൊടുത്തു കേട്ടോ ടി വിന്, ബോറടിക്കേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ നല്ല മഴ. പിന്നെ വേദുവിനെ വിശക്കണു പറഞ്ഞപ്പോൾ മീൻ വറുക്കാതിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു അമ്മ ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാനത് വറുക്കാൻ പോയി. വേദുവിനെ വിശക്കണു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്നാൽ ആയിക്കോട്ടെ, ഞാൻ വറുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ മീൻ. അപ്പോൾ അവർ വന്നു, അമ്മ വന്നു. ഒരുപാട് സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ അവർ വരുന്നത്. കസേര, അതുപോലെ തന്നെ ബെഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതാണ് ഗൈസ് എൻ്റെ അമ്മായിയമ്മേനെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ, ഞാൻ വന്ന് കയറിയ അന്ന് തൊട്ടിട്ട് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചില്ലാണ്, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാത്തിനും സപ്പോർട്ടാണ്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് എടുക്കാനാണെങ്കിലും എല്ലായിടത്തോളം പറയും കേട്ടോ. ഞങ്ങളിത് ചോറിന് ഇരുന്നു. അപ്പം ഉണ്ടതാ അപ്പുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ അത്. അവൾ വന്നു, അവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അത്യാവശ്യം. ഇപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി വരണേ ഉള്ളൂ കേട്ടോ അവർ. അപ്പോൾ അമ്മ കസാര ഇതൊക്കെ റെഡിയാക്കണു. അപ്പോൾ ഞങ്ങളും വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യം വർത്താനം പറയുമായിരുന്നു. അപ്പോൾ വേദ ചോറിനാണ് കേട്ടോ. ചോറ്, അതുപോലെ തന്നെ കൂട്ടാൻ സ്രാവ് കൂട്ടാനായിരുന്നു കേട്ടോ. ഒരുപാട് കാലമായി ഞങ്ങൾ സ്രാവൊക്കെ കൂട്ടിയിട്ട്. അതുപോലെ തന്നെ ഉപ്പേരി, അതുപോലെ തന്നെ മീൻ വറുത്തത് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാട്ടിത്തരും കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. ഇവർ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴല്ലേ കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ പാലട പായസം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാനാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. ഒരു 1 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്രാവ് കൂട്ടാനൊക്കെ നല്ല ഇഷ്ടമാണ്. അമ്മയുടെ സ്രാവ് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അതുപോലെ തന്നെ അയില വറുത്തതായിരുന്നു. എന്തായാലും കുശാലായിട്ടോ അന്നത്തെ ഫുഡ് ഉച്ചത്തെ കുശാലായി. പപ്പടും ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. ഡയറ്റും വർക്കൗട്ടൊക്കെ ആയ കാരണം ഇങ്ങനെ നമ്മൾ തോനൊന്നും കഴിക്കാറില്ലല്ലോ, കുറച്ചല്ലേ കഴിക്കാറുള്ളൂ. പിന്നെ ഇങ്ങനത്തെ സ്രാവ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ട് പറയാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് എന്ന്. ഇങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ അമ്മോട് പറയണം എന്തായാലും വീഡിയോസൊക്കെ ഇടും ഞാൻ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ കൂറ്റനാടിക്ക് പോവുകയാണേ. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ വക ഓണക്കോടി എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ബാംഗ്ലൂരിലേ ഉള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നിൻ്റെ വക ഓണക്കോടി ഉണ്ട് പ്രാവശ്യമേ. പക്ഷെ ഞങ്ങൾക്കൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, കുട്ടികൾക്ക് മാത്രം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിതാ കാർ കയറി. കാറിൽ ശരിക്കും ഞങ്ങളെ ഒന്നും കൊള്ളണില്ല കേട്ടോ, അത്രയ്ക്ക് സ്ലിമ്മാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ ഞാൻ പിന്നെ ഒന്ന് സ്ലിമ്മായിട്ടുണ്ട്, ഒന്നുകൂടി ആവാണ്ട്. കാരണം അത്രയ്ക്ക് ഫുള്ളാണ് ഞങ്ങൾ അതിൽ കയറിയപ്പോൾ. കാറൊക്കെ വലുതാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാറിലൊന്നും സ്ഥലമില്ല ഒട്ടും ഞങ്ങൾക്കിരിക്കാം. പിന്നെ ഒന്ന് കുട്ടികളും കൂടി ആയാൽ എത്ര പേരറിയാം, ഞങ്ങൾ എല്ലാവരും കൂടി ആയാൽ 10-14 പേരായി ഒരു വീട്ടിൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഈ ഒരു കാറിൽ കൊള്ളുമോ നമ്മളെല്ലാവരും? ഇല്ല, കൊള്ളുകയില്ല കേട്ടോ. പിന്നെ അതങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് പോവുക പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോകും വഴിക്ക് വിചാരിച്ചു അപ്പോൾ തന്നെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ട് അവിടെ മേടത്തൂർ തന്നെ, അവരുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് തിരിച്ചു വരുമ്പോൾ കയറാമെന്നാണേ. കാരണം അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് പോവുകയാണെങ്കിൽ ഒരു ആ ഫ്ലോയിൽ അങ്ങോട്ട് പോകാം, പിന്നെ ഇറങ്ങുമ്പോൾ പിന്നെ വീണ്ടും കയറണമല്ലോ, അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും ഭാഗ്യം അപ്പം കയറിയത്, കാരണം അത്രയും തിരക്കായിരുന്നു ഞങ്ങൾ പോയപ്പോൾ കൂറ്റനാട്. ഇങ്ങോട്ട് ലൈറ്റായിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. കൂറ്റനാടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഓണം പ്രമാണിച്ചിട്ട് എല്ലാവരുടെയും ഇപ്പോൾ തിരക്കാണല്ലോ. അപ്പോൾ കൂറ്റനാടും നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. ആ പൂക്കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണ്ടേ. എനിക്കെന്തായാലും പൂ വാങ്ങണം എന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. പിന്നെ കൂറ്റനാട് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് വാങ്ങണം. വീട്ടിലേക്ക് പോണ സമയത്ത് ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകും. കാരണം തിരുവോണം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്, അമ്മ മാത്രമല്ലേ ഉള്ളൂ, അമ്മ ഏട്ടനല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഷഹനാസിലെത്തിയപ്പോൾ അമ്മ പറയുന്നു കേട്ടോ വീഡിയോസൊക്കെ എടുക്കണം എന്നിട്ട് പറയായിരുന്നേ. അവരും എടുക്കുന്നുണ്ട് ഞങ്ങളും എടുക്കുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ ഷഹനാസിൽ. അല്ലെങ്കിലേ ഷഹനാസിൽ തിരക്കാവും, പിന്നെ ഓണായി കഴിഞ്ഞാൽ പറയും വേണ്ടല്ലോ, അത്രയും തിരക്കായിരുന്നു. നമുക്ക് ഓരോരുത്തർക്ക് തിരഞ്ഞെടുക്കാൻ കുറേ ടൈം വേണ്ടി വന്നു കേട്ടോ. എന്നാൽ എനിക്കൊന്നും അത്ര ടൈം വേണ്ടി വന്നില്ല കേട്ടോ. ഞാൻ വേഗം എടുത്തു ഒരു ടോപ്പ്. ആദ്യം കുട്ടികളുടെ സെക്ഷനിലേക്കാണ് പോയത്. ഈ കുട്ടികളുടെ സെക്ഷനിൽ പോയാലും നമുക്ക് അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നില്ല ഒരു കാര്യവും. എല്ലാതും തിരഞ്ഞു നോക്കി ഇഷ്ടപ്പെട്ടാലല്ലേ നമ്മൾ എടുക്കുള്ളൂ, ഇഷ്ടപ്പെടാത്തത് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്താൽ മതി, ഇഷ്ടപ്പെട്ടത് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതിന് വില കൂടും, അതും നോക്കണമല്ലോ നമ്മൾ. പക്ഷെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് കേട്ടോ എടുത്തത്. എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫാമിലി, ഞാൻ എൻ്റെ മക്കൾ എടുത്തു കഴിഞ്ഞപ്പോൾ ബ്ലാക്കായി പോയി എല്ലാം. യാദൃശ്യം അത് പറഞ്ഞിട്ട് ഒരു പ്ലാനിലോ എടുത്തോന്നല്ല, അത് അങ്ങനെ ആയിപ്പോയി. കഴിഞ്ഞ കൊല്ലം ബേബിക്ക് ഇതാ ഇങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ അമ്മ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബേബി പറഞ്ഞു ഇനി ഇങ്ങനത്തെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇങ്ങനത്തെ നോക്കിയിട്ട് അത് പക്ഷേ ബേബിക്ക് ചെറുതായിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങളത് എടുത്തില്ല. കുറച്ച് വലുപ്പം വേണമല്ലോ, അവൾ നീളമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇത് ഫുൾ ലെങ്ത്ത് മാക്സി ടൈപ്പ് പോലത്തെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും വേണ്ട വിചാരിച്ചു കേട്ടോ. കുറേ നോക്കി, ഉടുപ്പ് നോക്കി, ചുരിദാർ ടൈപ്പ് നോക്കി, അവൾ ഇട്ട പോലത്തെ ഡ്രസ്സ് നോക്കി. അതിൻ്റെ തന്നെ വേറെ മോഡലാണ് ഒരു കുട്ടി എടുത്തന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഞങ്ങളുടെ കണ്ണിൽ പിടിച്ചില്ല. പിന്നെ അതുപോലത്തെ ഒരുപാട് ഡ്രസ്സ് നോക്കി. ഇങ്ങനത്തെ ഈ ഓണം ടൈപ്പ് കുറേ ഡ്രസ്സുകളുണ്ട്. പിന്നെ ഉടുപ്പിൽ തന്നെ വെറൈറ്റി ഡ്രസ്സുകൾ വരുന്നുണ്ട്. ഇത് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ, ഒരു സ്കൈ ബ്ലൂവും അതുപോലെ തന്നെ പിങ്കും. അതും കുറേ നോക്കി. പിന്നെ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു ഇന്ന് സ്കേർട്ടും ടോപ്പും ആയാലോ എന്ന് പെട്ടെന്നൊരു ചിന്ത വന്നു. അപ്പോൾ ഞങ്ങളിന്ന് അതിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഇല്ലാത്തൊരു സംഭവമാണ് ജീൻസിൻ്റെ സ്കേർട്ടും ടോപ്പും. അതിൽ ടോപ്പ് ഇത് കേട്ടോ പാവാട പോലത്തെ. അപ്പോൾ അത് സ്കേർട്ടൊക്കെ നല്ല രസമാണല്ലോ കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ. അതിന് ക്രോപ്പ് ടോപ്പും ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ക്രോപ്പ് ടോപ്പൊക്കെ അവിടെ ഒരുപാട് കണ്ടു കേട്ടോ, പലതരം ക്രോപ്പ് ടോപ്പുകൾ കണ്ടതായി. ഇതൊക്കെ ക്രോപ്പ് ടോപ്പാണ് കേട്ടോ, കുട്ടികൾക്ക് പറ്റിയ ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ ഞങ്ങളിന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ, കറുകത്തൂർ പ്രൊമോഷൻ വീഡിയോ. അപ്പോൾ അതിലിങ്ങനെ ജീൻസിൻ്റെ പാവാട കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കൊന്ന് വാങ്ങണം എന്നൊക്കെ. പക്ഷേ എനിക്ക് അതല്ല കേട്ടോ വാങ്ങിയത്. അപ്പോൾ അവൾക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു പാവാട നോക്കി. അപ്പോൾ ഇതല്ല, അപ്പോൾ ആ ചേച്ചി ജീൻസിൻ്റെ ഒരെണ്ണം കാട്ടി തന്നപ്പോൾ എന്നാൽ അത് മതി പറഞ്ഞു കേട്ടോ. ഞങ്ങൾ 2 നോക്കി, അതിലൊന്ന് അവൾക്ക് ടൈറ്റാന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ എടുത്തപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ, ചെറിയ ലൂസ് ഉണ്ടായിരുന്നു. ഇതല്ല കേട്ടോ, വേറെ എണ്ണം ഇതിൽ വരുന്നുണ്ട്. ഓരോ പാവാടകൾ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ അവൾ അതാ പറഞ്ഞത് ജീൻസിൻ്റെ മതി അമ്മ, എനിക്ക് അങ്ങനത്തെ ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു കേട്ടോ. ഇത് നല്ല ഭംഗിൻ്റെ, പക്ഷേ ഇത് അവൾക്ക് നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ അവൾ രണ്ടാമത് വേറെ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തു. രണ്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ പറഞ്ഞു കേട്ടോ ഞാൻ. അപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് ടൈറ്റ് ഉണ്ട് ഇത് പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ടൈറ്റ് ഉള്ളത് എടുക്കണ്ട, അത്ര ലൂസായാലും കുഴപ്പമില്ലല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ എടുത്തത് പാവാട അതാണ് കേട്ടോ. അതിൻ്റെ സ്കേർട്ടുകൾ ഞങ്ങളിങ്ങനെ സ്കേർട്ടല്ല ടോപ്പുകൾ, ക്രോപ്പ് ടോപ്പ് ഇങ്ങനെ മാറി മാറി ഇടുമായിരുന്നു കേട്ടോ. ആദ്യം അതിട്ടു, പിന്നീട് ഈ ബ്ലാക്ക് ഇട്ടു,
2, 3, 4, 5 ക്രോപ്പ് ടോപ്പ് ഞങ്ങൾ കൊണ്ടുപോയി. അതിൽ ഏതാണ് നല്ലതെന്ന് തോന്നിയത് ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ പറയൂ കേട്ടോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ പർപ്പിൾ ഇട്ടു. പക്ഷേ അതിപ്പോൾ ഞങ്ങൾ എടുത്തത് ഏതാണെങ്കിലും ഇനി മാറി മാറി നമുക്ക് ഇടാം കേട്ടോ. ഈ ജീൻസിൻ്റെ ഇതല്ലേ, പാവാടയാണല്ലോ. അപ്പോൾ നമുക്ക് ഏത് ക്രോപ്പ് ടോപ്പ് വേണമെങ്കിലും കൂടെ ഇടാം. ഏത് പെയർ ചെയ്താലും ഭംഗി ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ എടുത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ വേറെയും കുറേ കണ്ടത് ക്രോപ്പ് ടോപ്പ് തന്നെ. പിന്നെ ഈ ബ്ലാക്ക് കൊടുത്തിട്ടോ, ഇത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയിലുണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയവർക്കും അതുപോലെ തന്നെ ബോയ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. ബോയ്സിലും കുട്ടികൾക്കൊക്കെ എടുക്കണമല്ലോ, ആൺകുട്ടികൾക്ക് എടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ആ വേദുക്കുട്ടന് ഒരു ഷർട്ടും അതുപോലെ തന്നെ ട്രൗസറോ പാൻറ്റോ എടുക്കാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. ഷർട്ട് എന്തോ ഭാഗ്യത്തിന് വേഗം കിട്ടിയിട്ട് ഒരു ബ്ലാക്ക് എടുക്കാമെന്ന് അങ്ങോട്ട് എൻ്റെ മനസ്സിൽ വന്നു. ആദ്യം ഒരു പച്ചയൊക്കെ കാട്ടി തന്നു കേട്ടോ. അതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഭംഗി തോന്നിയില്ല. അപ്പോൾ ഒരു ബ്ലാക്ക് കാട്ടി തന്നപ്പോൾ എനിക്ക് രസം തോന്നി. അവനാണെങ്കിൽ ബ്ലാക്ക് ഷർട്ടില്ല, അത് ഈ നല്ല കസവ് മുണ്ടിൻ്റെ കൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എനിക്ക് അവനെ ബ്ലാക്ക് ഇട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ബ്ലാക്ക് എടുക്കാമെന്നൊരു പ്ലാനായിട്ടോ. അപ്പോൾ ഇട്ടെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഭംഗി തോന്നി. അവനെ കുറച്ച് ലൂസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല, കുട്ടി വലുതാവുകയാണല്ലോ. അപ്പോൾ ഞാൻ ഇട്ടോക്കടാ പറഞ്ഞിട്ട് അവനോട് മറ്റേ ഷർട്ട് ഊരിയിട്ട് ഇട്ട് കൊടുത്തിട്ടോ. കേട്ടോ നല്ല ഭംഗിയില്ല അവൻ. ആ ട്രൗസറിൻ്റെ കൂടെ മാച്ചും ഉണ്ട് കേട്ടോ. പിന്നെ ട്രൗസർ കിട്ടാനാണ് കുറേ നടന്നത്. പാൻറ്റും ട്രൗസറും കിട്ടാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. എത്ര നോക്കിയിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു ട്രൗസർ കണ്ടുപിടിച്ചു, ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ട് കൊടുത്തു കേട്ടോ. അധികം ഇറക്കില്ല എന്നാലും കുഴപ്പമില്ല, തൽക്കാലം അത് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അതങ്ങോട്ട് എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങൾക്കുള്ള ടോപ്പ് എടുത്തോളം പറഞ്ഞു കേട്ടോ. അമ്മ അപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായത് നിങ്ങൾക്കും ടോപ്പ് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും 2, 3 ടോപ്പ് ട്രയൽ ചെയ്തു. ഒന്ന് ഈ ടോപ്പാണ് കേട്ടോ, ഈ ഒരു ബ്ലൂ ടോപ്പാണ്. ഇതൊക്കെ ഇട്ടപ്പോൾ വലിയ ഇത് തോന്നിയില്ല, ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് പിന്നെ കാട്ടിത്തരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോയ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. എല്ലാവർക്കും ഷർട്ട് എടുക്കണം പറഞ്ഞു കേട്ടോ. നമ്മുടെ മക്കൾക്ക് ഷർട്ട് എടുക്കണം, അതുപോലെ തന്നെ മുണ്ടും എടുക്കണം പറഞ്ഞു. ഷർട്ട് കുറേ സെലക്ട് ചെയ്ത്, എനിക്ക് ഇങ്ങനെ ഷർട്ടിനെ കുറിച്ചിട്ട് പറയാനൊന്നും അറിയില്ല, ഏതോ ഒന്ന് അങ്ങോട്ട് സെലക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോപ്പ് ഞാൻ പോയി ഇട്ടോക്കി. ഇത് നല്ല ഇഷ്ടമായി ഇട്ടോക്കി. അപ്പോൾ നല്ല ലൂസാണ്, ഷേപ്പ് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. അപ്പം പക്ഷേ ഇത് ഔട്ട് ഓഫ് ഫാഷനാണ്, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ അത് ഞാൻ വിചാരിച്ചു ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഫിക്സ് ആക്കിയിട്ട് ഞാനിങ്ങനെ തോളത്തിട്ടിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അങ്ങോട്ട് പോകും. അങ്ങനെയാണ്, അത്രയും ടോപ്പ് വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മടക്കണമെങ്കിൽ ഇവർ നല്ലോണം കഷ്ടപ്പെടേണ്ടി. രാത്രി ഇവർ ഫുള്ള് ഇതിന് വേണ്ടി ഇരിക്കേണ്ടി വരും. ഓരോന്ന് എടുത്ത് മടക്കണ്ടേ, കാരണം എല്ലാവരും അവിടെ കൊണ്ടുപോയി ഇടുകയല്ലേ ചെയ്യുക. പിന്നെ അമ്മോട് ചോദിക്കായിരുന്നു, ഇത് ഞാൻ ചിലപ്പോൾ മാറ്റും, എന്താ പറയുക, വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞത്. ഇപ്പം ഞാൻ മാത്രം എടുത്ത് നോക്കുകയായിരുന്നു ഇങ്ങനെ ഏതൊക്കെയാണ് വേണ്ടതെന്ന് കേട്ടോ. കുറേ കൺഫ്യൂഷനായി കേട്ടോ. പിന്നെ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഷഹനാസത്തെ. അപ്പോൾ ഇവർ കണ്ടിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയായിരുന്നേ. ആ ചേച്ചിക്ക് ആരൊക്കെ അയച്ചു കൊടുത്തു ചേച്ചീനെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞേ. പിന്നെ ഇവർ കോഡ് സെറ്റ്, ഷാരനെ കോഡ് സെറ്റ് നോക്കാൻ പോയി. ആ ടൈമിലാണ് എനിക്ക് അവിടെ കുറേ ഡ്രസ്സുകൾ എൻ്റെ കണ്ണിൽപ്പെട്ടത്. പാൻറ്റും ഷോളും കൂടിയിട്ട് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കണ്ടു. അപ്പോൾ പിന്നെ അതല്ലേ ലാഭം എന്ന് എനിക്ക് തോന്നി. ടോപ്പ് മാത്രം എടുക്കുമ്പോൾ തന്നെ 800, 900 ഒക്കെ റേറ്റ് വന്നു. അപ്പോൾ അതിനെക്കാട്ടിലും ലാഭം നമുക്ക് പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും ഒക്കെ കൂടി വരുന്നതല്ലേ. അപ്പോൾ എനിക്ക് അതാണ് കേട്ടോ പിന്നെ കണ്ണ് പിടിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ടോപ്പുകൾ നോക്കിയിട്ടാണ്, ഇത് പാൻറ്റും ഷോളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അത് പോയി ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി, അതിലൊന്ന് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അത് അങ്ങോട്ട് സെലക്ട് ചെയ്തു. പിന്നെ ഇവരൊക്കെ ക്ഷീണിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്, വയ്യ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കാരണം അത്രയും നേരം പിന്നെ ഈ ഡിസ്പ്ലേയിൽ തൂക്കിയത് എടുക്കണോ വിചാരിച്ചിട്ടോ ഞങ്ങൾ. അതിനൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ക്ഷീണിച്ചിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ പിന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് വയ്യ അത് പറയായിരുന്നു കേട്ടോ. കാരണം അത്രയും നേരമായി ഞങ്ങൾ നിന്ന് ഞങ്ങളുടെ കാലൊക്കെ കട്ടയാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി വന്നു കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ വേദുവിനെ പിന്നെ ചെറിയ കുട്ടികളെ എവിടെ കണ്ടാലും അവൻ വിടില്ല കേട്ടോ, അവനെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു ആ കുട്ടി ഒറ്റയ്ക്കാണോ? അപ്പോൾ അല്ല, ബാക്കിലെ കുട്ടിയുടെ ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. വേദു ആ കുട്ടിയുടെ കൂടെ കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ വക ഒരു ഓടിക്കളിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ കുട്ടികളെ. പിന്നെ ഇവനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, വാശിയും കാര്യങ്ങളൊന്നും പിടിക്കില്ല. പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ക്ഷീണമൊക്കെ വരുമോയെന്ന്. പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഡ്രസ്സ് നോക്കാൻ പോയതാട്ടോ ഞങ്ങൾ. ആദ്യം അമ്മയ്ക്ക് ഇത് നോക്കിട്ടോ. ഇതിങ്ങനെ കോളർ ടൈപ്പാണ് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വേണ്ട പറഞ്ഞു. വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള തന്നെ അമ്മയ്ക്ക് എടുക്കുക. ലൂസായാലും കുഴപ്പമില്ലല്ലോ, ടൈറ്റ് ആയാലല്ലേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ഷേപ്പ് ആക്കിയാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ഇത് കണ്ടു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഇത് പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, അതിനുള്ളതൊന്നും ഇല്ല, അതിന് 1000 മേലുണ്ട്. പിന്നെ ഞങ്ങൾ ഇതെടുത്തു. ഇത് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഇതിനെ പറ്റിയൊരു ഷാളും ഞങ്ങൾ എടുത്തു കേട്ടോ. അപ്പോൾ എനിക്കും ഞാൻ വിചാരിച്ചൊന്ന് ഒരു ഷോൾ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനവിടെ മിറർ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഷോൾ വാങ്ങാൻ പോയി. ഒരു ബ്ലാക്ക് എനിക്കും പിന്നെ അമ്മയ്ക്ക് ഇത് ഈ കളറ് ഷോളും വാങ്ങാൻ പോയി കേട്ടോ. ഇത് മാച്ചാണെന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ മാച്ചാകുമോ ചോദിച്ചിട്ട് അപ്പോഴാണ് അവർ പറഞ്ഞത് അതിൻ്റെ ഫ്രണ്ടിൽ അതുണ്ടല്ലോ, അതിൻ്റെ മാച്ചുള്ളതാണ് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെടുത്തു. അങ്ങനെ ഞങ്ങളുടെ നീണ്ട പരിശ്രമത്തിന് ശേഷം എല്ലാവരുടെ സാധനം എടുത്തു കേട്ടോ.
ഒരുവിധം എല്ലാവരുടെയും എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ ഏതൊരു പെൺകുട്ടീനെ അവിടെ കണ്ടുട്ടോ. ഇവൻ എവിടെ പെൺകുട്ടികളെ കണ്ടാലും വിടില്ല കേട്ടോ. അങ്ങനെ അവൻ പോകുന്നുണ്ട്. ഇപ്പോഴേ അവങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ വെറുതെ കളിക്കട്ടോ. ആ കുട്ടിക്ക് അവൻ്റെ കൂടെ കളിക്കുക അങ്ങനെയായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഫാൻസിയുടെ അവിടെ കയറി കേട്ടോ. കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഒന്നും പ്രത്യേകിച്ചൊന്നും നോക്കിയൊന്നുമില്ല, വെറുതെ ഒന്നും പോയി അതേപടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ. മാല ശിവയ്ക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. പക്ഷേ അതിന് മാലയ്ക്കൊക്കെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. 400, 500, 200, 300. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. ബേബിക്ക് എന്തോ ഒരു മാലയും അതുപോലെ തന്നെ എന്താ ചെറിയ സാധനങ്ങൾ വാങ്ങിയിട്ടോ. അത് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കമ്മലുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്റ്റഡ് ടൈപ്പ് കമ്മലുകൾ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വലിയവർക്ക് പറ്റിയ കമ്മലുകളുടെ കളക്ഷൻ നല്ല ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട് സംഭവം. ഇപ്പോൾ വേദം എന്തോ വേണം പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങി കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് വാങ്ങണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ബെഡ്ഷീറ്റ് താഴ്ത്ത് വന്നിട്ട് വാങ്ങണം. പിന്നെ അതുപോലത്തെ ആ കോഡ് സെറ്റ് നിങ്ങൾ കണ്ടോ, കുറേ സ്കേർട്ട് ഉണ്ടോ അപ്പോൾ അവിടെ തൂക്കിയിട്ടത്. അതുപോലത്തെ ബേബിക്ക് വാങ്ങിയത്. പിന്നെ കുറേ സെറ്റ് മുണ്ടുകളുണ്ട് കേട്ടോ അവിടെ. പിന്നെ അത് കഴിഞ്ഞ് കാവിമുണ്ട് എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ലുങ്കിമുണ്ട്, പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ കാവിമുണ്ടാണ് കേട്ടോ എടുത്തത്. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ നല്ല തിരക്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ബില്ല് ചെയ്യാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളുണ്ട്. കാരണം ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങൾ സാധനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. 14-15 പേരുണ്ട് ഞങ്ങൾ അംഗങ്ങൾ. അവർക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ വകയാണേ. അപ്പോൾ ബില്ലടിക്കാൻ ശരണി അവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ പോയിട്ടോ. അതാണ് ഞങ്ങളുടെ സാധനം കണ്ടോ. ആ പെട്ടിയാണ് ഞങ്ങളുടെ പെട്ടിയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബില്ലും വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബില്ല് തന്നെ ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ചായ കുടിക്കാൻ വിചാരിച്ചു. കാരണം അത്രയും ക്ഷീണിതരായി എല്ലാവരും. ഞാൻ അത്രയും മാസങ്ങൾക്ക് ശേഷം അന്നാണ് കേട്ടോ ചായ കുടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, അത്രയും ടയേർഡായിരുന്നു. ചായ ഒരു പഴംപൊരിയും കഴിച്ചപ്പോൾ ഒരിത്തിരി ആശ്വാസമായി കേട്ടോ. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ കൂറ്റനാടൊക്കെ. നല്ല ബ്ലോക്ക് പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരുന്നു. ഷഹനാസിൻ്റെ മുന്നിൽ തന്നെ ഒരു ചായ കട ഉണ്ട്. അവിടെ കയറിയിട്ടാണ് കുടിച്ചിട്ടോ. അവിടെ സീറ്റൊക്കെ കുറവായിരുന്നു. പിന്നെ ഒരു താത്ത എണീറ്റപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ കയറിയിരുന്നു. അപ്പോൾ ആ ചായ കുടിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ഉഷാറ് വെച്ചു കേട്ടോ. കാര്യം എന്ത് പറഞ്ഞാലും ഞങ്ങളെല്ലാവരും പഴംപൊരിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള പഴംപൊരി തന്നെയായിരുന്നു കേട്ടോ. ചില പഴംപൊരി ടേസ്റ്റ് ഉണ്ടാവാറില്ല, പക്ഷേ അവിടുത്തെ പഴംപൊരി ടേസ്റ്റ് ആട്ടോ. ഞാൻ മുന്നേ ഒരു വട്ടം അങ്ങോട്ട് കൂറ്റനാടിക്ക് വന്നപ്പോൾ വേദുവിനെ ഒരു വട്ടം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, സപ്ലൈക്കോക്കായിട്ട് വന്നപ്പോൾ. പിന്നെ ഞങ്ങൾ ബില്ലിൻ്റെ കാര്യമൊക്കെ അപ്പോഴാണ് കേട്ടോ അറിയുന്നത്. ശരണ്യാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്ര കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങൾ ബില്ലൊക്കെ കേട്ടിട്ട് കൊതു ഞെട്ടി കിട്ടോ. പിന്നെ ഞെട്ടാൻ പറ്റ കാര്യമില്ല, കാരണം എല്ലാവർക്കും എടുത്തിട്ടുണ്ടല്ലോ. 1-2 പേർക്ക് എടുത്തിട്ടല്ല എത്ര ബില്ല് വന്നത്, എല്ലാവർക്കും എടുത്തുകൊണ്ടാണ്. അങ്ങനെ ഷഹനാസിത്തെ പർച്ചേസ് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നല്ല ബ്ലോക്ക് വരുന്നേ. വീട്ടിലേക്ക് പോകുന്ന വഴി അമ്മ പറഞ്ഞു നമുക്ക് ചിക്കൻ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാം, ഇന്ന് രാത്രി സ്പെഷ്യൽ ചിക്കനും ചപ്പാത്തിയും ആക്കാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കുറച്ച് ദിവസമായാലും നമ്മൾ ചിക്കനൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ എന്നാൽ ചിക്കനും ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. അമ്മ അതാ ചിക്കൻ കടയിൽ കയറി. പിന്നെ അമ്മ അവിടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കോഴീനെ കൊല്ലണത് കാണാൻ വയ്യ പറഞ്ഞു. അമ്മേ എന്താ കൊന്നാ പാപം തിന്നാൽ തീരുന്നല്ലേ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. എല്ലാവരുടെ ഡ്രസ്സും സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ കവറൊക്കെ ആക്കി. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ എല്ലാവരുടെ ഡ്രസ്സും ഞങ്ങളിങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. വേദുവിൻ്റെ, എൻ്റെ, അപ്പുവേട്ടൻ്റെ, ബേബിയുടെ, ഞങ്ങളുടെ എല്ലാവരുടെയും വെച്ചു. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് കിട്ടിയത് കർച്ചീഫും അതുപോലെ തന്നെ കുറച്ച് കവറും വാങ്ങിയിട്ടോ പറഞ്ഞു ചേട്ടനെ. അത് ഏതായാലും നന്നായി. കവറാണല്ലോ നമുക്ക് അത്യാവശ്യം. കർച്ചീഫും അത്യാവശ്യം കേട്ടോ. ബേബിക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴും മൂക്ക് തുടയ്ക്കാൻ കർച്ചീഫ് വേണം. ഇപ്പം ഞങ്ങളുടെ ഡ്രസ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാം ഒതുക്കി വെച്ചു. എന്നിട്ട് ആ കവറിൽ അങ്ങോട്ട് ഇട്ട് വെച്ചു. ഇനി തിരിച്ചു പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അറിയുക. കാരണം ഞങ്ങൾ ബസ്സിലാണല്ലോ ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയില്ല. ഇത് ശിവയുടെ ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ ഒരു ഷർട്ടും അതുപോലെ തന്നെ പാൻറ്റും പോലത്തെ വാങ്ങിയിട്ട് അവൾക്ക്. അത് നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ അവൾക്ക് ക്ലാസ്സിന് പോകുമ്പോൾ ഒക്കെ എടുക്കുകയല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചിക്കന് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കുകയാണ്. അമ്മ അടുപ്പത്താണ് ചിക്കൻ ഉണ്ടാക്കുന്നത്, ഉരുളിയിലിട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ചിക്കൻ. അതിൻ്റെ ഇടയിൽ ഇവരെന്തൊക്കെയോ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, കുട്ടിപ്പട്ടാളങ്ങൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മ ചിക്കനൊക്കെ വഴറ്റണു. എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി കൊടുത്തുട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മേലേകാൻ പോയി. മേലേകി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്കൊരു ഉഷാറ് വെച്ചത്. കാരണം കുറേ നേരമായില്ല, രാവിലെ പോകുന്നതല്ല ഞാൻ അവിടെ നിന്ന് ഒന്നും ഇരുന്നിട്ടില്ല. ഞങ്ങൾ ഫുള്ളിങ്ങനെ യാത്രയായിരുന്നല്ലോ. നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അമ്മ ഇങ്ങനെ പിറ്റത്തെ ദിവസമൊക്കെയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയായിരുന്നു കേട്ടോ. അത് ചിക്കനൊക്കെ ഉള്ളത് എന്തോ അരക്കായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ചിക്കനും ചപ്പാത്തി റെഡിയായിട്ട് കുട്ടികളൊക്കെ ആദ്യം ഇരുന്ന് കഴിക്കാൻ കേട്ടോ. വേദൂനൊന്നും ശരിക്കും ചപ്പാത്തിയൊന്നും രാത്രി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ അന്ന് എന്തായാലും ചപ്പാത്തിയാണ് അവൻ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞേ. പക്ഷെ അവന് എരിവ് ഉണ്ടായിരുന്നു. ഗ്രേവി കൂട്ടിയോണ്ട് അവനെ നല്ല എരിവാണെന്നാണ് പറഞ്ഞു കേട്ടോ. ഞാനിത് 2 ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും കഴിച്ചു. പകുതി ചിക്കനും ഞാൻ കഴിച്ചത് എടുത്തില്ല കേട്ടോ. ഞാൻ വേദൂൻ്റെ ബാക്കി വന്നതിലേക്ക് ഇടുകയാണ് ചെയ്തത്. അത് ചരണിയും കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയുള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു ദിവസത്തെ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. അപ്പോൾ ബൈ.